എത്ര ചെലവ് കുറച്ച് ചെയ്തു തരാന്ന് പറഞ്ഞാലും നമ്മൾ കൂടെ വേണം. അതെ അതെ. അല്ലെങ്കിൽ സംഗതി പാളും. ഉം. ഈ വീട് പണി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അത് നമ്മൾ വിചാരിച്ചായിരിക്കും നടക്കൂല. അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലോ കയ്യിൽ 5 പൈസ അല്ലെങ്കിലും അതങ്ങോട്ട് നടക്കുകയും ചെയ്യും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കൂലേ? ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിയതിന് അച്ഛനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ വീട് വെക്കാൻ പൈസ വെച്ച് എവിടുന്ന് കിട്ടാനാ? അതില് കാര്യൊന്നുമില്ല ബാല. കുട്ടികൾ ഇപ്പൊ എന്ത് കാണിച്ചാലും അച്ഛനമ്മമാർക്കുള്ളിൽ സ്നേഹം ഉണ്ടാവൂ. ഇജ്ജ് അങ്ങോട്ട് തുടങ്ങ്, ബാക്കിയൊക്കെ പടച്ചോന് വിട്. അതെ, ഒക്കെ നടക്കൂടോ. ഈ ധൈര്യമായിട്ടായിരുന്നു അതേ നിവൃത്തിയുള്ളൂ. 5 പെൺകുട്ടികളപ്പോ എല്ലാരും പറഞ്ഞു ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. 5നും കെട്ടിച്ചയച്ച് 5 പൈസ കടവില്ല. അപ്പൊ അതേ ആൾക്കാർ തന്നെ പറഞ്ഞ് ഓൻ ആൺകുട്ടിയാണ്. 6ാമത്തോനാ ബഷീർ. അവസാനത്തത് ആൺകുട്ടിയാണ്. സെയ്താലി രക്ഷപ്പെട്ടതെന്നൊക്കെ. എവിടെ ഓനെ കൊണ്ട് കഷ്ടപ്പെടുന്നു കണ്ടപ്പോഴാണ് ഞാൻ ഉള്ള വീടും കൂടി പണയം വെച്ചോനെ ഗൾഫിൽ കഴിച്ചത്. ഇതാണ് അവസ്ഥ. ഓൻ അവിടെ തന്നെ പെണ്ണും കെട്ടി 2 കുട്ടികളായിട്ട് കഴിയുക. ഞാനും ആമിന് ഇവിടെ ഈ തുരുമ്പം വെച്ചിട്ടു. ഉണ്ടായിട്ട് കാര്യമല്ല, അനുഭവിക്കാൻ യോഗം വേണം. സമയം നല്ലാണെങ്കിൽ ഒക്കെ നടക്കും. അതാ പറഞ്ഞേ, നീ പോയിട്ട് അച്ഛനൊന്ന് കാണും, സംഗതി പറയും. എന്തായാലും ആള് പോയി കാണുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കടയിൽക്കൊന്നും അല്ലേട്ടെ. എന്നാ ശരി. ഓ അന്നെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുക. എന്താണാവോ? നമ്മൾ എന്റെ അയൽവാസിയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ അന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാല് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഞമ്മക്കുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ. അന്നെ പറ്റി ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിക്കണം. ആഹാ, എന്താപ്പത്? അതായത് ഈ സ്കൂളിലെ പണി കഴിഞ്ഞാല് ബാക്കിയുള്ള സമയം വേറെന്തൊക്കെയോ പണിക്ക് പോയി കളയാന്നൊരു ന്യൂസ് നമ്മൾ കേട്ടു. ശരിയാ? അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നോ? അതിന് ഇത്ര അതുപ്പരിച്ചു പോയ ബാല. എന്തിനാണ്ട് പോത്ത് നയിക്കണ പോലെ ഇങ്ങനെ നയിക്കണേ? അനക്ക് ആ നേരം കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൂടെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ ചിന്തിക്കാൻ? എന്ത് ചിന്തിക്കാൻ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? സുക്കൂറേ, ഈ ചിന്തിക്കണ പോലെ ഞാൻ ചിന്തിച്ചാലേ എന്റെ കുടുംബം പട്ടിണിയാവും. അതുപോലെ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ പട്ടിണിയാവും. ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാ പോരെ? മതിയല്ലോ. പിന്നെന്താണ്? അത് ശരിയാ. ഓയ്, എന്തായി? നിങ്ങളെന്താ അവിടെ നിക്കണ്? വന്നി വെള്ളത്തിലിട്ട് അരിയാട്ടി തന്നെ. അല്ല, അതിപ്പോ ഇന്നെ ആട്ടണോ? ആട്ടണം. അപ്പൊ ബാല ഓൻ പോയോ? അല്ല, ഓൻ പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ, ആ ചിന്തിക്കാനുള്ളൊരു വകയുള്ളതാ. ഇന്നത്തെ ചിന്ത അതാവട്ടെ. അരിപ്പോ നാളെ ആട്ടാലോ. സെയ്താലി. നായരോ? എന്താ പിന്നെ? എന്താ ഇവിടെ വരി കേറിയിരിക്കേ? വേണ്ടടോ, കുറച്ച് തിരക്കുണ്ട്. കുറച്ച് ദിവസം ഞാൻ തന്നെ ഒന്ന് കാണുന്ന കരുതി ഇരിക്കായിരുന്നു. തന്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തില്ലേ? ബാലൻ. ബാലനെ കണ്ടാലേ താനൊരു കാര്യം സൂചിപ്പിക്കണം. 5-6 മാസം കഴിയുമ്പോ കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരിക. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞു വരേണ്ട കാര്യം താനെന്ന് ഓർമ്മിപ്പിച്ചാൽ അവര് വന്നാൽ തങ്ങനെ സ്ഥലമാണത്. അല്ല, സമയണ്ട്, വരുമ്പോഴേക്ക് മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, എന്തായി തന്റെ മോന്റെ വിവരങ്ങളൊക്കെ? വിളിക്കാറുണ്ടോ? ഓ, ഇടക്ക് വല്ലപ്പോഴൊക്കെ. എന്നാ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല, കേട്ടോ. പാതിര വരെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന ബില്ല് കൂടൂട്ടോ ബാലേട്ടാ. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുക. അച്ഛൻ്റെ അടുത്ത് പോയിട്ടൊന്ന് വിവരം പറയണ്ടേ? പിന്നെ പറയണ്ടേ. കൂട്ടത്തില് വീട് പണിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നൂടെ ചോദിക്കാല്ലേ? അത് വേണോ? ഈ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ സഹായം വേണ്ടത് ഇത്തരം സന്ദർഭത്തിലല്ലേന്നാ സെയ്താലിക്ക പറയണേ. അല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളോട് മാത്രം വീട് പണി തീരില്ലല്ലോ. തരാച്ച തരട്ടേനേ, ഇല്ലെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടാവുച്ച ഇപ്പൊ തുടങ്ങണ്ടാന്നേ. അല്ല, വീട് കൂടാണ്ട് കഴിയില്ലല്ലോ. ദിവസേന മെറ്റീരിയൽസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നേരത്തെ ആയി അത്രയും നല്ലത്. എന്തായാലും ഞാൻ നാളെ പോയിട്ട് അച്ഛനെന്ന് കാണട്ടെ. നീ കുട്ടിയെടുക്ക്. വാടച്ചക്കര. ഈ എന്താടാ ഉറങ്ങാതെ അമ്മടെ വാലം പിടിച്ച് നടക്കണ്? ആ ക്ലാസ്സില്ലേ? ഹലോ. രവി, നീ നാട്ടിലൊക്കെ ഉണ്ടോ? എന്താണ് മാഷേ? ഹലോ, നീ എന്നാ അമേരിക്കന്ന് വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. ആണോ? ഓ, നിന്റെ നിറൊക്കെ അങ്ങ് പോയി. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല മോനെ.
ആരോഗ്യം, മനസ്സമാധാനം, അതാണ് പ്രധാനം. ഓ വരുമ്പോ എന്തെല്ലാം അസുഖങ്ങളായിരുന്നു. പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ എന്ന് വേണ്ട സകല ഭണ്ഡാരങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ കത്തിച്ച് കളഞ്ഞില്ലേ. മരുന്നുമില്ല, മന്ത്രവും ഇല്ല. ആ അമേരിക്കയിലെ നല്ല ഒന്നാം തരം ജോലിയും കളഞ്ഞ് നീ ഇവിടെ ട്രാക്ടർ ഓടിച്ച് നടന്നോ? എന്നാലും കൃഷിയോണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു കൃഷിക്കാരന്റെ മകനായ നീ തന്നെ ഇത് പറയണം. എടാ 3 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അന്തസ്സായിട്ട് ജീവിക്കാം. ഓ പിന്നെ കൃഷി പോലെ ഇത്ര സുന്ദരമായൊരു ജോലിയുണ്ടോ? ഇത്തിരി കറക്കും, ദേഹത്ത് ഇത്തിരി മണ്ണും പറ്റും. എന്നാലെന്താ, വിഷമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ആരോഗ്യവും. രവി, നീ ആളാകെ മാറിപ്പോയിട്ടോ. നിന്റെ അച്ഛനാ ഗുരു. ആ കൊള്ളാം. രാജ്യമായ രാജ്യം മുഴുവൻ കറങ്ങി അവസാനം പറ്റിയ ആളുടെ കയ്യിലാ നീ വന്നുപെട്ടത്. നിനക്ക് വേറെ പണിയില്ല. അത് നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാത്തോണ്ടാ. നീ എന്താ വിചാരിച്ചത് മൂപ്പരൊരു തുക്കട കൃഷിക്കാരനാണെന്നോ? പുള്ളിക്കാരനൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാടാ. വയ്യെങ്കിൽ ഒരു ഭാഗത്തിരുന്നോളി. താനാ കൊയ്ത്ത് മെഷീന്റെ കാര്യമൊക്കെ ശരിയാക്കി? അതൊക്കെ ഇന്നലെ ശരിയാക്കി. ആ ഭാഗ്യം. ഇങ്ങോട്ട് വാരി നിറച്ചൂടാത്. നിങ്ങൾ എന്ത് ഭാവിച്ച ഈ വെയിൽ മുഴുവൻ കൊള്ളാൻ നിൽക്കണേ? ഇന്നലെ കുറച്ചതൊന്നും ഓർമ്മയില്ലേ? ഒക്കെ ഓർമ്മയുണ്ട്. ഇനി നീ കിടന്ന് കുറയ്ക്കണ്ട. ഇത്തിരി കഞ്ഞിവെള്ളം കിടക്ക്. ഒന്നും പറയാൻ നിവർത്തിയില്ല. ഈ വയസ്സാം കാലത്ത് ഒരു ഊന്നുവരയുടെ ഉപകാരം പോലും ഇല്ലാത്ത ഒരുത്തരെ ആണല്ലോ നീ എനിക്ക് തന്നത് കൃഷ്ണ. ആ എന്താണ്? 100 ആയസാ. അച്ഛൻ്റെ മകനെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. ആയുസ് നിങ്ങളെടുത്തോളയും, മറ്റേത് അച്ഛനും മകനും തമ്മിലുള്ള മനപ്പൊരുത്താണ്. അല്ല, കൃഷിയൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഭംഗിയായിട്ട് നടക്കാൻ ആരെങ്കിലും കൃഷി ചെയ്യോ ബാല? അത് ഇത്തിരി ചളി പറ്റുന്ന കേസല്ലേ? ഓ, നല്ല നർമ്മം. ഏട്ടാ, നിങ്ങൾ തുമ്പ പിടിച്ചില്ലായിരുന്നുണ്ടല്ലോ, പേന പിടിച്ചേനെ. പേനൊന്നും പിടിക്കണ്ടേ? പേന പിടിച്ചവരൊക്കെ അരി മേടിക്കാൻ കാശിലാണ് ഇപ്പൊ തൂമ്പ പിടിക്കുക. വല്ലാത്ത ടീമാണ്. നിനക്ക് അവളെ കുട്ടികളെയും കൂടെ കൂട്ടായിരുന്നില്ലേ ബാല? ഓ, ഈ തിരക്കിനിടലല്ലേ? എന്താ തിരക്ക്? അത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിൽ ഈ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നീ വന്നേങ്ങനെയാ? സെന്റിന് 1-1.5 ലക്ഷം രൂപ മുടക്കി ടൗണിൽ സ്ഥലം വാങ്ങിയതേ മണ്ടത്തരം. 8 സെന്റ് സ്ഥലത്തിന് കൊടുത്ത പണം കൊണ്ട് ഇവിടെ 3 ഏക്കർ പൊന്നു വിളയുന്ന മണ്ണ് വാങ്ങാം. ഇനി ഇല്ലാത്ത പണം കൊണ്ട് ഒരു വീടും. എത്രയെന്ന് വെച്ചാണ് ആ വാടക വീട്ടിൽ കുട്ടികളെ കൊണ്ട് കഴിയുക? ആരും പറഞ്ഞില്ലല്ലോ. നിനക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മര്യാദയ്ക്കൊരു കുടുംബം കഴിച്ചു പോകാൻ പറ്റുമോ? അതും അത്രയും ദൂരെ. അതിന്റെ കൂടെ ഒരു വീട് പണി. പിന്നെ ഈ വീടാർക്കാ? പറഞ്ഞാ കൂടിപ്പോവും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? അവൻ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ? ഒക്കെ സ്വന്തം കീശയിലെ കാശുണ്ടെങ്കിൽ, അല്ലാതെ എന്നെ കണ്ടോണ്ട് എടുക്കണ്ട. കുറച്ചുകൂടെ കഴിക്കും മോനെ. മതി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമ ഈ ദേഷ്യവും വഴക്കുമൊക്കെ. ആ ഓ. അച്ഛനെ നിനക്കറിഞ്ഞൂടെ? എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. അനുഗ്രഹം ഉണ്ടായ വീട് വെക്കാൻ പറ്റുമോ അമ്മേ? ചേടാ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. മിണ്ടിയ തർക്കുത്തരേ പറയൂ. ചെറുപ്പം മുതലേ ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കിട്ടിയിട്ടുണ്ടോ നിന്നെ? സ്വന്തം കാലേ നിൽക്കാറായപ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കെട്ടി നീ അങ്ങ് സ്ഥലം വിട്ടു. ഓ, എപ്പ വന്നാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അതെ, വീട് വെക്കാനുള്ള കാശൊക്കെ ആയോ നിനക്ക്? കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ അവളുടെ സ്വർണ്ണം ഉണ്ടല്ലോ. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു കാര്യം ചെയ്, ആദ്യം പോയി ഒരു ജോത്സ്യനെ കാണാം. ബാക്കി പൈസ ജോത്സ്യം തരുമോ? ഇത് തൊടമുണ്ട കിട്ടും. അല്ലാതെ ഒക്കെ ജോത്സ്യന്മാരെ ഏജന്റുകളാ.